ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് നമ്മള് ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കന്ധമാണ് ദശമസ്കന്ധം. നിരോധം എന്നുള്ള ലക്ഷണമാണ്. നമ്മളെ പല വിധത്തിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിനെ വലിച്ചുകൊണ്ട് പോയെങ്കിലും അതിൽ നിന്നും പിടിച്ചു വലിച്ച് നിരോധിച്ച് ഭഗവാനിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ലീലകളാണ് കൃഷ്ണലീലകൾ. ഈ കൃഷ്ണനെ പോലെ അല്ലെങ്കിൽ കൃഷ്ണനോളം ഉയരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. പല തരത്തിലുള്ള അവതാരങ്ങൾ ഭഗവാൻ എടുത്തപ്പോഴും എല്ലാ തികഞ്ഞതായിട്ടുള്ള ഇനിയൊരു അവതാരത്തിന്റെ ആവശ്യമില്ല. കാരണം അവതാരം എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യരുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ പല വിധത്തിലുള്ള സംശയങ്ങളെ തീർക്കുവാൻ. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ച അസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരെ. അപ്പൊ എല്ലാ സംശയങ്ങളെയും തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ നമ്മളുടെ രൂപത്തില്, അല്ലെ, നമ്മളോട് ഒത്ത് നമ്മളുടെ കൂടെ ഒരാളായിക്കൊണ്ട് ഭഗവാൻ ഇവിടെ അവതരിച്ചിരിക്കുന്ന ആ കൃഷ്ണ രൂപം. അങ്ങനെയുള്ള കൃഷ്ണലീലകള് എത്ര കണ്ട് നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുമോ? അങ്ങനെ ആസ്വദിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും മാറും. അവിടുന്ന് എല്ലാം വിട്ടുമാറി ഇതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഭഗവാന്റെ കൃഷ്ണ തത്വം. അതാണ് തന്നിലേക്ക് തന്നെ ആകർഷിക്കുക. അതാണ് കൃഷ്ണൻ എന്നുള്ള ഒരു പേര് കൊണ്ട് തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഗോപികമാര് ഭഗവാന്റെ ഒരു ആശ്രയം എന്നുള്ളത് വിട്ട് ആശ്രയിച്ചു, ഭഗവാൻ വേണ്ട പോലെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം ഇപ്പോ എന്തായി? തൻ്റെ ഉള്ളില് ആ ഒരു സൗഭഗ മതം വന്നതോടുകൂടി ഭഗവാൻ വേഗം അന്തർധാനം ചെയ്ത സമയത്ത് ഭഗവാൻ അവിടെ ആ ഗോപികമാര് വേഗം ഇരുട്ട് വന്നു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം, അല്ലെ? പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ പറയുമ്പോൾ പറയും, നമ്മൾ നല്ല സാമ്പത്തികം ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്നൊരു ദാരിദ്ര്യത്തിലേക്ക് എത്തുക, നല്ല സുഖത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് വലിയൊരു ദുഃഖത്തിന് കാരണമാകുക. ഇങ്ങനെയുള്ള ഒരു വലിയൊരു പേടി അവരുടെ ഉള്ളിലേക്ക് വന്നു പെട്ടു എന്ന് പറയാണ്. ഇവിടെയൊക്കെയാണ് നമ്മളുടെ പല രീതിയിലുള്ള ഭഗവാനോടുള്ള സാമീപ്യം എപ്പോഴും ദാസഭാവമാവണം. ആ ദാസഭാവത്തിൽ നിന്ന് ലേശം വ്യതിചലിക്കുമ്പോഴാണ് നമുക്കറിയാതെ നമ്മളുടെ ഉള്ളില് സൗഭഗമതം വന്ന് ചേരുന്നത്. ഇവര് അവിടെ ഭഗവാനെ കാണാതെ ഭഗവാന്റെ ആ ഗതിസ്മിത പ്രേക്ഷണ ഭാഷണാദിഷു പ്രിയസ്യ പ്രതിരൂഢമൂർത്തയ അസാവഹം ദ്വിത്യ ബലാസ്തദാത്മികാന്യവേദിഷു കൃഷ്ണവിഹാര വിഭ്രമാഹ. ഇങ്ങനെ ഭഗവാന്റെ പല രീതിയിലുള്ള ഗമന സല്ലാപാദികളൊക്കെ പരസ്പരം അവരെ ഓർത്ത് വേറെ ഒന്നും അവർക്ക് ഓർക്കാനില്ല. ഇപ്പൊ എന്താ ഇപ്പൊ അവരുടെ അവസ്ഥ? അവരുടെ ഉള്ളിലും പൂർണ്ണമായിട്ട് കണ്ണൻ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതെന്തായി? അത് തൻ്റെ മുഖത്തു നിന്നും തൻ്റെ പ്രവർത്തികളിൽ നിന്നും തൻ്റെ ചിന്തകളിൽ നിന്നും ഒക്കെ ഇപ്പോ കണ്ണൻ പൂർണ്ണമായിട്ട് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എന്തായി? ഇപ്പൊ അവര് തന്നെ, അല്ലെ, അവര് ആ കൃഷ്ണനായിക്കൊണ്ട് താതാത്മ്യം പ്രാപിച്ചു എന്ന് പറയാണ്. കൃഷ്ണൻ താനാണ് കൃഷ്ണൻ എന്നുള്ള ഒരു തോന്നലിലേക്ക് അവരിലേക്ക് എത്തിച്ചു ആ ഒരു ഭയം എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. എന്നിട്ട് അവര് പെട്ടെന്ന് ഇനി അവർക്കറിയാം സകല ചരാചരങ്ങളുടെ ഉള്ളിലും വർത്തിക്കുന്നത് ആരാണ്? ഭഗവാനാണെന്നുള്ള അവർക്കറിയാം, വ്യക്തമായിട്ട് അവർക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് അവരിനി അന്വേഷിക്കുകയാണ് ഭഗവാനെ. യഥാർത്ഥത്തില് കാണുവാൻ വേണ്ടിയിട്ടാണോ ഭഗവാനെ അന്വേഷിക്കുന്നത് ചോദിച്ചാൽ അറിയില്ല. കാരണം എല്ലായിടങ്ങളിലും ഉണ്ടെന്നുള്ള അവർക്കറിയാം. അതുകൊണ്ട് ഇനി കാണുന്നതായിട്ടുള്ള മരങ്ങളോടൊക്കെ ചോദിക്കുകയാണ്. കാരണം ഈ മരങ്ങളുടെ രീതി എന്താണ്? സദാസമയവും ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്നവരാണ് മരങ്ങള്, അല്ലെ? പരോപകാരാർത്ഥം ഇതം ശരീരം. പരോപകാരായ, അല്ലെ, ഈ അവരുടെ എന്താണ് ജീവിതം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് യഥാർത്ഥത്തില് കൃഷ്ണനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തില്? ആ കൃഷ്ണ തത്വം ഉള്ളിൽ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മരങ്ങള്.
അപ്പൊ എന്തായി, അവർക്ക് എന്തായാലും അറിയാതിരിക്കില്ല എന്നുള്ള ഒരു ധാരണ ഗോപികമാർക്ക് മനന്നുകൊണ്ട് അവർ ചോദിക്കുകയാണ്. ദൃഷ്ടോ വക്കച്ചിത് അശ്വത്ഥ പ്ലക്ഷ നിഗ്രോധനോമന നന്ദസൂനുർഗതോ ഹൃത്വാ പ്രേമഹാസാവലോകനൈഹി. അവിടെ പറയും നാൽപ്പാമരങ്ങള്. നാൽപ്പാമരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തി, ഇത്തി, അരയാല്, പേരാല്. അതില് 3 മരങ്ങളെ കുറിച്ചാണ് ഇതാ ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? നെഗ്രോധ, പ്ലക്ഷ, അശ്വത്ഥ. അശ്വത്ഥ എന്ന് പറഞ്ഞാല് അരയാല്, പ്ലക്ഷ എന്ന് പറഞ്ഞാല് ഇത്തിമരം, നെഗ്രോധ എന്ന് പറഞ്ഞാൽ പേരാല്. അപ്പം അരയാല്, പേരാല്, ഇത്തിമരമേ, നിങ്ങള് ഞങ്ങളുടെ പ്രേമഹാസാവലോകനീഹി, പ്രേമപൂർണമായിട്ടുള്ള മന്ദഹാസം കലർന്നതായിട്ടുള്ള നോട്ടങ്ങൾ കൊണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിനെ അപഹരിച്ച, ഞങ്ങളുടെ ഹൃദയത്തെയൊക്കെ അപഹരിച്ചതായിട്ടുള്ള ആ നന്ദസൂനുവിനെ നിങ്ങൾ കണ്ടുവോ? നിങ്ങൾക്ക് അറിയാതിരിക്കില്ല. കാരണം എന്താണ്? നിങ്ങൾ എപ്പോഴും അല്ലെ, നിങ്ങളുടെ ജീവിതം തന്നെ യഥാർത്ഥത്തില് കണ്ണന്റെ കൂടെ എപ്പോഴും ഇരിക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഏത് വെയിലായാലും മഞ്ഞായാലും ഏത് കാലങ്ങളിലും ഒരേപോലെ അല്ലെ മനോഭാവത്തോടു കൂടി ഇരിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ കണ്ടുവോ? പിന്നെ ചോദിച്ചു, കുരവ, അശോക, നാഗ, പുന്നാഗ, ചമ്പകാഹ. കുറിഞ്ഞിപ്പൂവേ, അതുപോലെ തന്നെ അശോകം, നാഗപ്പൂവേ, പുന്നം ഇല്ലേ തുടങ്ങിയതായിട്ടുള്ള ചമ്പകം തുടങ്ങിയതായിട്ടുള്ള മരങ്ങളോടൊക്കെ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? മാനിനീനാമിതോ ദർപ്പഹരസ്മിത. ദർപ്പഹരസ്മിത, ദർപ്പം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അഹങ്കാരത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ മന്ദഹാസം. ആരുടെ അഹങ്കാരത്തെ നശിപ്പിക്കും? ഭക്തന്മാരുടെ അല്ലെ. ഭഗവാന്റെ ആ മന്ദഹാസം കാണുമ്പോഴേക്കും എല്ലാം നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ അഹങ്കാരങ്ങളും ഇല്ലാണ്ടാവുകയാണ് അവിടെ. കാരണം നമ്മളെ പോലും മനസ്സിനെ ലോലമാക്കുന്നത്, മനസ്സിനെ ആർദ്രമാക്കുന്ന മന്ദഹാസം. അങ്ങനെ ആർദ്രമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് അഹങ്കാരം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കുന്ന അങ്ങനെയുള്ള ബലരാമസ്വാമിയുടെ അനുജനായിട്ടുള്ള ബലഭദ്രന്റെ അനുജനായിട്ടുള്ള ആ കൃഷ്ണനെ ഈ വഴി എങ്ങാനും കണ്ടോ, എവിടെയെങ്ങാനും ഇതിലെങ്ങാനോ വന്നു പോയിരുന്നോ എന്ന് ഇവരോട് ചോദിക്കും. കാരണം ഇവരോടൊക്കെ ചോദിച്ചാൽ കണ്ണനെ കാണാൻ സാധിക്കും എന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. കാരണം ഇവരുടെ ഒക്കെ ഉള്ളിലും വർത്തിക്കുന്ന കണ്ണൻ തന്നെയാണ്. ഇതെല്ലാം ആര് കേൾക്കുന്നുണ്ട്? ഇതെല്ലാം കണ്ണൻ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. പിന്നീട് ചോദിച്ചു, ഇനി കണ്ണന് ഏറ്റവും പ്രിയമായിട്ടുള്ളതാണ് തുളസി അല്ലെ. കച്ചി തുളസി കല്യാണി ഗോവിന്ദ ചരണ പ്രിയേ സഹത്വാളി കുലേർ ദൃഷ്ടസ്ഥേതി പ്രിയോച്യുത. ഒരു ച്യുതി പോലും ഇല്ലാത്തതായിട്ടുള്ള ആ ഭഗവാൻ അല്ലെ, ച്യുതി പോലും ഇല്ലാത്തതായിട്ടുള്ള ഭഗവാൻ എപ്പോഴും ശോഭിക്കുന്നതായിട്ടുള്ള തുളസിപ്പൂവ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട്, മറ്റു പൂക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താണ് ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഒരു തുളസിപ്പൂ അതിലിട്ടാൽ മതി എന്ന് പറയും. മറ്റു പൂക്കളും കൂടെ ശുദ്ധമാകുവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ കല്യാണി, മംഗളസ്വരൂപിണിയായിട്ടുള്ള എപ്പോഴും ആ ഭഗവാന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്നതായിട്ടുള്ള തുളസി, അങ്ങനെയുള്ള നീ അളികുലൈർബിഭ്രൽ, അവിടെ കരിവണ്ടുകളോടൊപ്പം തന്നെ വഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നിന്റെ ആ പ്രിയനായിട്ടുള്ള കൃഷ്ണൻ എവിടെയാണെന്ന് നിനക്ക് അറിയാമോ? നീ കണ്ടുവോ ആ കൃഷ്ണനെ അല്ലെ? ആ തുളസി എങ്ങനെയാണോ ആ പാദത്തിൽ കൊട്ടിപ്പിടിച്ചങ്ങോട്ട് കിടക്കുന്ന സമയത്ത് വണ്ടുകൾ വരും. വണ്ടുകൾ വന്നാലോ, വണ്ടുകൾ വന്നതാ ആ കാലിന് ചുറ്റുമായിക്കൊണ്ട് വന്ന് ഹരി 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടുകളോട് കൂടി നിൽക്കുന്നതായിട്ടുള്ള തുളസി നീ കണ്ടോ? നീ അല്ല, ഇനി ആ വണ്ടുകൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ കൃഷ്ണൻ എവിടെയാണെന്നുള്ളത്? എവിടെ ആയി ഞങ്ങളുടെ കൃഷ്ണൻ? മാല്യത്യദർശിവ കച്ചിൻ മല്ലികേ ജാതിയൂധികേ പ്രീതിം ഭോജനയൻ യാതഃകരസ്പർശേന മാധവ. പിന്നെയാണ് അവിടെ മാലതി അല്ലയോ മുല്ലേ, അതുപോലെ ജാതി പിച്ചകമേ യൂധികേ. യൂധിക എന്ന് പറഞ്ഞാല് കുരുക്കുത്തി മുല്ല. പല വിധത്തിലുള്ള മുല്ലകള് ഭഗവാൻ ഏറ്റവും പ്രിയമാണ്. കാരണം ഈ ഒരു ശരത്കാലത്ത് ഭഗവാനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആണ് ഗന്ധം കൊണ്ടും കാഴ്ച കൊണ്ടും അല്ലെ വർണ്ണം കൊണ്ടും ഒക്കെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് മുല്ല എന്നുള്ളത്.
അതുകൊണ്ടാണ് മുല്ല ഇന്ന് ഒരു സൗന്ദര്യ വസ്തുവായിട്ട് നമ്മളുടെ കേശഭാരത്തിലൊക്കെ ചൂടുന്നതിന്റെ കാര്യം അതാണ്. ഒന്നതിന്റെ സത്യമായിട്ടുള്ള ധവളപ്രകാശം, പിന്നെയോ അതിന്റെ ഗന്ധം. അപ്പം അതൊക്കെ നോക്കുമ്പോഴേക്കും മനസ്സിനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ മുല്ലയുടെ കൂടെ ഭഗവാൻ ഏത് സമയവും ഉണ്ടാവും. അതുകൊണ്ട് ഹേ മുല്ലേ, അതുപോലെ തന്നെ ജാതി പിച്ചകമേ, കുരുക്കുത്തി മുല്ല, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവരോട് ചോദിക്കുകയാണ്, പ്രീതിം വോചനയൻ യാത കരസ്പരിശേന മാധവ. ഞങ്ങളുടെ മാധവൻ, ലക്ഷ്മീ വല്ലഭനായിട്ടുള്ള ആ മാധവനെ നിങ്ങളാൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ? കരസ്പരിശേന, നിങ്ങൾക്ക് ആ ഭഗവാന്റെ കരസ്പരിശം കൊണ്ട്, അല്ലെ, ആ ഭഗവാന്റെ കൈകളെ സ്പർശിച്ചത് കൊണ്ട് അവിടത്തേക്ക് സന്തോഷിപ്പിച്ചതായിട്ടുള്ള, സന്തോഷത്തെ ജനിപ്പിച്ചുകൊണ്ടുള്ള ആ കണ്ണൻ ഇതുവഴി എതിലെങ്കിലും പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ? നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും കാണേണ്ടതാണല്ലോ. അവര് അങ്ങനെയുള്ള ഓരോരോ ചെറിയ 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 വൃക്ഷങ്ങളോടൊക്കെ അവിടുന്ന് പരസ്പരം പല രീതിയിലും ആ വിരഹ ദുഃഖത്തിന്റെ തീവ്രത കൊണ്ട് ഗോപികമാരിൽ നിന്ന് ഉന്മാദം ബാധിച്ചവരെ പോലെ പല ചേഷ്ടകളും കാണിക്കുക എന്ന് പറയാ. എന്തായാലും ശരിക്കും ഉന്മാദമാണോ അത്? യഥാർത്ഥത്തിൽ ഉന്മാദം അല്ല. കാരണം എന്താണ്? ഉന്മാദം എന്ന് പറയുമ്പം എന്താണ് ബോധം പോയി എന്നുള്ള രീതിയിലാണ് പറയാ. അതങ്ങനെയല്ല, ബോധത്തോടു കൂടി തന്നെയാണ് ഈ പറഞ്ഞതായിട്ടുള്ള അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ആ നാൽപ്പാമര ചെടികളോട് ചോദിച്ചു. അവിടുന്ന് പിന്നെതാ ഇനി അവിടുന്ന് കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് കുരവം, അശോകം, പുന്നാകം, താകം തുടങ്ങിയതായിട്ടുള്ള മരങ്ങളോട് ചോദിച്ചു. ചമ്പകം, ഇതൊക്കെ ഭഗവാൻ ഇതൊക്കെ ഭഗവാൻ ഏറ്റവും പ്രിയം എന്ന് പറയാൻ കാരണം എന്താണ്? ഇതെല്ലാം അല്ലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയമായിട്ട് അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് അവരുടെ ഒക്കെ ധർമ്മം. ഇപ്പൊ ഓരോ വൃക്ഷങ്ങളുടെയും ഏറ്റവും മുഖ്യമായിട്ടുള്ളതാണ് ആല്, അല്ലെ, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ആദ്യം തന്നെ കച്ചിത് അശ്വത്ഥമായിട്ടുള്ള അരയാലിന് നമുക്കറിയാം എന്താണ്, എപ്പോഴും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാണ് അരയാല്. അപ്പം ജനങ്ങൾക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള വൃക്ഷത്തിലെ ഏറ്റവും പ്രധാനിയാണ് അശ്വത്ഥം. അതുകൊണ്ടാണ് അശ്വത്ഥത്തിനോട് ആദ്യം ചോദിച്ചത്. അപ്പം ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാലോ. അത് തന്നെയല്ല, കണ്ണൻ അതിനകത്തുണ്ട് എന്നുള്ളത് ഇവർക്കറിയാം. ഇനി കണ്ണൻ ഇത് കേൾക്കണമെങ്കിൽ അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക്, എപ്പോഴും കണ്ണൻ ഉള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോവുക. അപ്പൊ കണ്ണൻ ഞങ്ങളെ അന്വേഷിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ വിഷമത്തെ അവിടുന്ന് അറിയാൻ സാധിക്കും. അവിടെ ഇങ്ങനെയാണ് നാൽപ്പാമര ചെടികളും പിന്നീട് അശോകം, നാഗം, പുന്നാകം തുടങ്ങിയതായിട്ടുള്ള മരങ്ങള്. അതിൽ കഴിഞ്ഞിട്ടോ പിന്നീടാണ് ഓരോരോ പൂക്കളോട് ചോദിച്ചു തുടങ്ങി അവിടെ, അല്ലേ. അതില് തുളസിയോടും ചോദിച്ചു, ഞങ്ങളുടെ ഈ ലക്ഷ്മികാന്തൻ ഇതിലൂടെ വന്നിട്ടുണ്ടോ? ഇനി ഇവരൊന്നും മറുപടി പറയുന്നില്ല എങ്കിൽ ഇനിതാ വലിയ 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 മരങ്ങളോട് ചോദിക്കാം. ചൂതപ്രയാളപന സാസന കോവിദാരജം വക്കബില്വബകുള അമ്രകദമ്പദീപാഹ എന്നേ പരാർദ്ധഭവകായ മുനോപകൂലാശം സന്തു കൃഷ്ണ പദവീം രഹിതാത്മനാം. അവിടെ പറയാണ് ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെ, വലിയ മരമായിക്കൊണ്ട് എത്രയോ കാലം ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള പരാർത്ഥഭാവക, എല്ലാവർക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ ജനിച്ചതായിട്ടുള്ള പരാർത്ഥഭാവക യമുനോപകൂല, ആ യമുനയുടെ തീരത്ത് വളരുന്നതായിട്ടുള്ള ചൂതപ്രയാള പനസ ആസന കോവിദാരജംബു അർക്ക ബില്വ ബകുള ആമ്ര കദംബനീപാഹ. അവിടെ പറയാണ് ചൂതം എന്ന് പറഞ്ഞാൽ തേന്മാവ്. ഹേ തേന്മാവേ, അതുപോലെ തന്നെ ഇലഞ്ഞി, എന്താണ് ചൂതപ്രയാസ മുരൾമരം, അതുപോലെ തന്നെ പ്ലാവ്, തെങ്ങ്, വേങ്ങ, ഇങ്ങനെയുള്ള ഞാവൽ, എരിക്ക്, കൂവളം, ബില്വ, ബകുളം എന്ന് പറഞ്ഞാൽ ഇലഞ്ഞി മരം, ആമ്രം അതായത് അവിടെ മാവ്, പുളിമാവ് എന്ന് പറയും. അതുപോലെ തന്നെ കടമ്പൻ വൃക്ഷം, വൻകടമ്പ്. അപ്പം കദംബ നീപാഹ, കദമ്പ് എന്ന് പറഞ്ഞാൽ കടമ്പ്,
നീപാഹ അങ്ങനെയുള്ള വൃക്ഷങ്ങളെ അവരോടൊക്കെ ചോദിച്ചു. ശംസന്തു കൃഷ്ണപദവീം രഹിതാത്മനാംന മറ്റ് ഏതെല്ലാം വൃക്ഷങ്ങളുണ്ടോ അതെല്ലാം അങ്ങനെയുള്ള നിങ്ങൾ എല്ലാവരും ഈ ശൂന്യ ചിത്തകളായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ഇന്ന് ഞങ്ങളുടെ മനസ്സിൽ കൃഷ്ണൻ ഇല്ല ഇപ്പം. അപ്പൊ അവിടെയല്ലേ ശൂന്യ ചിത്തത എന്ന് പറയുന്നതല്ലേ. അപ്പം ഇങ്ങനെ ശൂന്യ ചിത്തതയോട് കൂടിയിട്ടുള്ള ഞങ്ങൾക്ക് ആ കൃഷ്ണന്റേതായിട്ടുള്ള മാർഗം നിങ്ങളൊക്കെ എങ്ങനെയാണോ ആ കൃഷ്ണനെ സ്വന്തം എന്നുള്ള രീതിയിൽ ധരിച്ചുകൊണ്ട് ഇന്ന് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെയാണ് ആ കൃഷ്ണനെ എങ്ങനെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും? ആ വൃക്ഷങ്ങളോട് ചോദിക്കുകയാണ് അവിടെ. അപ്പം അങ്ങനെയുള്ള ആ യമുനാ നദീ തീരത്തുള്ള മാവ്, പുലാവ് തുടങ്ങിയതായിട്ടുള്ള വൃക്ഷങ്ങളോട് കൃഷ്ണൻ അതുവഴി കടന്നു പോയോ? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, ശോഭിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി അല്ലെ, തളിരോടുകൂടി എന്താണ് ഫലങ്ങളോടുകൂടി ഇങ്ങനെ ഞങ്ങളെ ചിരിച്ചു കാണിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള മരങ്ങളെ ഞങ്ങളുടെ കൃഷ്ണനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ? ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പം ഇവിടെ പറഞ്ഞതായിട്ടുള്ള ഈ വൃക്ഷങ്ങളൊക്കെ ജലാശയങ്ങളുടെ തീരത്ത് വളരുന്നതാണ്. തേന്മാവായാലും പ്ലാവായാലും ഇതൊക്കെ. കാരണം അതില് എരിക്കുണ്ട്. അതുപോലെ തന്നെ എരിക്കെന്ന് പറയുന്ന അത്ര വലിയ വൃക്ഷമൊന്നുമല്ല എങ്കിൽ പോലും ഗജേന്ദ്രന്റെ കഥ നമ്മൾ പറയുമ്പോ അവിടെ പറയുന്നുണ്ട്, സരസിന്റെ തീരത്ത് പറയപ്പെട്ട വൃക്ഷങ്ങളെ കുറിച്ചൊക്കെ പറയുന്നിടത്തും അവിടെ എരിക്കിനെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ശരിക്ക് കൂടുതൽ ജലാംശങ്ങള് സ്വീകരിക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളാണ് ഇവിടെ. എന്തായാലും അവരോടൊക്കെ ചോദിച്ചു, ഞങ്ങളുടെ ആ കൃഷ്ണൻ ഇതുവഴി പോയിരുന്നോ എന്ന് ചോദിക്കാൻ കാരണം എന്താണ്? ഇവരുടെ ഉള്ളിലൊക്കെ കണ്ണനുണ്ട്. അപ്പൊ കണ്ണൻ ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും ഉള്ളിൽ നിന്നും കണ്ണൻ ഞാനിവിടെ ഉണ്ട് എന്ന് പറയും എന്നുള്ള ഒരു ധാരണയിലാണ് ഇവരിലൂടെ കണ്ണനെ കാണാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്, ഗോപിമാർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ആ കണ്ണനെ അനുഭവപ്പെടാൻ സാധിക്കുന്നില്ല. വേഗം ഭഗവാൻ ആ ഉള്ളിൽ നിന്ന് മറഞ്ഞു പോയത് കൊണ്ടുള്ള ഒരു വിഷമം. ഹിംദേ കൃതം ക്ഷിതിതപോപതകേശവാംഘ്രിസ്പരിശോത്സവോൽപുളകാ പുളകിതാംഗരുഹൈർവിഭാസി അപ്യംഘ്രി സംഭവ ഉരുക്രമ വിക്രമാദ്വാ ആഹോവരാഹവപുഷ പരിരംഭണേന. അപ്പൊ ആ വൃക്ഷങ്ങളോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് പിന്നീട് ഭൂമിയോട് ചോദിച്ചു അല്ലെ, കൃഷ്ണൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ശരിക്ക്? ഈ ഭൂമി തന്നെ, നമ്മളുടെ മനുഷ്യനെ പോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ആ ഭൂമിയുടെ പരമഭാഗ്യത്തെയും കൂടി അവിടെ വർണ്ണിക്കുകയാണ്. കിംതേക്ഷിതിസ്തപോ ബതകേശവ അംഘ്രിസ്പർശോത്സവ പുളകിത അംഗരുഹൈർ വിഭാസി. നീ ഇന്ന് ആ ഭഗവാൻ നിന്റെ മാറത്ത് വന്ന് അല്ലെ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള അല്ലെ അനേകം പ്രകാരത്തിൽ ഭഗവാന്റെ അംഗസംഗം ലഭിക്കാൻ തക്കതായിട്ടുള്ള എന്ത് തപശ്ചര്യയാണ് ഭൂമിദേവി നീ ചെയ്തിട്ടുള്ളത്. നിന്റെ സമയത്ത് നിന്നോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആളാണല്ലോ ഭഗവാൻ. അപ്പം അങ്ങനെ ഈ ഭൂമി തൻ്റെ ഉള്ളിലുള്ള ഓരോ വൃക്ഷങ്ങളെയും അല്ലെങ്കിൽ ഓരോ പുല്ലുകളെയും ഒക്കെ ഇന്ന് ശോഭിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോ ആ ശരത്കാലത്ത് അല്ലെ ഗംഭീരമായിട്ട് തഴച്ചു വളർന്നതായിട്ടുള്ള വൃക്ഷങ്ങള്, തളിരുകള്, ഫലങ്ങളോട് കൂടിയിട്ടുള്ള അതുപോലെ പുല്ലുകളൊക്കെ ആർത്തിരണ്ട് വന്നിരിക്കുകയാണ്. പുല്ലുകളൊക്കെ അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ പുല്ലുകളാകുന്ന ആ ഭൂമിയുടെ രോമാഞ്ചം കണ്ടതോടുകൂടി ഇതിനൊക്കെ എന്താ കാരണം ഭൂമിദേവി? അത് ഗോപികമാർക്ക് അറിയണം. ഭൂമിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു? അപ്പോ അങ്ങനെ സന്തോഷം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ തന്നെയാണ് കൃഷ്ണനുള്ളത്. ഇവർക്ക് സംശയമായി അവിടുന്ന്. അതുകൊണ്ട് ഭൂമിദേവി അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഭഗവാന്റെ ആ പാദസ്പർശം കൊണ്ടാണോ നിനക്ക് സംഭവിച്ചത്? അതോ ഇനി എന്താണ്, വാമനമൂർത്തി വളർന്ന് വലുതായ സമയത്ത് തൻ്റെ ആ പാദങ്ങള് അല്ലെ ആ ഭൂമി ആകമാനം അവിടുന്ന് സ്വീകരിച്ചു, ഒരു പാദം കൊണ്ട് അളന്ന് സ്വീകരിച്ചു. ഇനി അങ്ങനെ സ്പർശിച്ചപ്പോൾ കിട്ടിയതാണോ നിനക്ക് ഈ ഒരു രോമാഞ്ചം ഭൂമി? അതോ ഇനി വരാഹവപുഷ പരിരംഭണേന ഇനി വരാഹമൂർത്തി നിന്നെ അല്ലെ അവിടുന്ന് വേണ്ട രീതിയിൽ അവിടുന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്, ഭർത്തൃസ്ഥാനങ്ങളെ കൊണ്ട് ആലിംഗനം ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ടാണോ നിനക്ക് ഈ ഒരു സൗന്ദര്യവും ഈ ഒരു സന്തോഷവും ഈ ഒരു രോമാഞ്ചവും ഒക്കെ നിനക്ക് കിട്ടുന്നത്? അപ്പൊ ഇവിടെ പറയുന്നു, ആ ഭൂമിയില് വജ്രം, അങ്കുശം, ധ്വജം, സരോരുഹം തുടങ്ങിയതായിട്ടുള്ള ആ പാദചിഹ്നങ്ങളൊക്കെ ഭൂമിയിൽ കാണാൻ സാധിക്കുന്നു. അപ്പം അത് ശരിക്ക് ഒരു അഭിമാനമാണ് ആർക്ക്? ഭൂമിദേവിക്ക്, അല്ലെ? തസ്യാഹമബ്ജ, അവിടെ അവരുടെ ആ ഒരു തപസ്, ഗോപികമാര് കൃഷ്ണനെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് ദർശിക്കുന്നതിലെ ഏറ്റവും വലിയൊരു സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഭൂമിദേവിയുടെ ഈ ഒരു ഭാഗ്യത്തെ കുറിച്ച് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം ഭൂമിയുടെ ഈ ഒരു ഭാഗ്യാതിരേകം ശ്ലാഘിക്കുകയല്ലാതെ കൃഷ്ണൻ എവിടെ എന്ന് ചോദിക്കുകയല്ല ശരിക്ക്. കാരണം എന്താണ്? കൃഷ്ണൻ എവിടെയാണെന്നുള്ളത് ആർക്കറിയാം? ഗോപിമാർക്കറിയാം. ഇവർക്കൊക്കെ സന്തോഷം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ കണ്ണന്റെ അനുഭവം ഞങ്ങൾക്ക് എന്തേ കിട്ടാത്തത്? നിനക്ക് കിട്ടുന്നതിന് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭാഗ്യം കുറഞ്ഞവരാണോ? ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സമയത്ത് വേഗം ഞങ്ങളിൽ നിന്ന് ആ ഒരു സുഖം ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. ഹേ ഭൂമിദേവി. അപ്പം ഭൂമിദേവിക്ക് നിശ്ചയമായിട്ടും അറിയാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഗോപികമാർക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആ ഭൂമിയുടെ എന്തുകൊണ്ട് ചോദിക്കുന്നില്ലെന്നുള്ള വിസ്മയാവഹം അവിടെ ആ ഭൂമിയോട് ചോദിക്കുകയാണെന്ന കൃഷ്ണൻ എവിടെ എന്ന് ചോദിക്കുന്നില്ല അവിടെ. ശരിക്ക് ഭൂമിയുടെ ഭാഗ്യത്തെക്കുറിച്ച് മാത്രമേ അവിടെ പറയുന്നുള്ളൂ ശരിക്ക്. അതുകൊണ്ട് ആ സാപത്മ്യ ഭാവത്താല് പറയുന്നില്ല എന്നതുകൊണ്ടാവാം ശരിക്ക് ഭൂമി നിശ്ചയമായിട്ടും കണ്ണൻ എവിടെയാണെന്നുള്ളത് അവർക്കറിയാം. ഭൂമിയോട് ചോദിച്ചാൽ വേണമെങ്കിൽ പറയും. ഗോപികമാർക്ക് ഭൂമിയായിട്ട് സംവദിക്കാനുള്ള തരത്തിലുള്ള ജ്ഞാനത്തിലേക്ക് ഉയർന്നിട്ടുള്ളവരാണ്. എന്തായാലും പറഞ്ഞു കിട്ടിയാൽ ഭാഗ്യമായി എന്നൊക്കെ ഗോപികമാര് തൻ്റെ ഉള്ളിൽ ചിന്തിച്ചേക്കാം. എന്നാൽ ചോദിക്കുന്നില്ല അവിടെ. ചോദിക്കാൻ അവർക്ക് എന്താണ്? അവർക്ക് ധൈര്യം ഒട്ടും പോരാ എന്ന് പറയാണ്. അപ്പം പ്രശംസിച്ചാൽ ഒരു പക്ഷേ ഇനി ഭൂമിദേവി പറഞ്ഞാലോ കൃഷ്ണൻ എവിടെയാണെന്നുള്ളത്? ഇങ്ങനെയുള്ള ഉള്ളിലുള്ള മനോവികാരങ്ങൾ അവരെ, ആ വിചാരം ഇല്ലെങ്കിൽ ഭൂമിയെ അവിടെ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല ശരിക്ക്, അല്ലെ? ഭൂമിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഭൂമിദേവിക്ക് ഗോരൂപം മുതലായവ സ്വീകരിക്കുവാൻ കഴിവുണ്ട് എന്നും അതുപോലെ സംസാരശേഷി ഭൂമിക്കും ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കതാ ഇതിലൂടെ കാണിച്ചു തരികയാണ്. നമുക്കറിയാം, അല്ലെ? ധർമ്മവും ഭൂമിദേവിയായിട്ടുള്ള സംസാരം കേട്ടുകൊണ്ടാണ് മനുഷ്യവേഷം ധരിച്ചതായിട്ടുള്ള പരീക്ഷിത്ത് വന്നത്, അല്ലേ? നമുക്കറിയാം. അപ്പം എന്തായി? ഗോരൂപം സ്വീകരിക്കാനും സംസാരിക്കാനും ഒക്കെ ഭൂമിദേവിക്ക് ഉണ്ട്. ചരമായിട്ടുള്ളതും അചരമായിട്ടുള്ളതും ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളത്? അത് തികഞ്ഞ ഭക്തന്മാർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഭഗവാൻ ഇവിടെ അന്തർധാനം ചെയ്യലാണ് ചെയ്തത്. ഇപ്പൊ കുറെ സഞ്ചരിച്ചെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇവരിങ്ങനെ നടന്ന് അവസാനം എന്തായി? എങ്ങും കാണാതെ വന്നപ്പോഴാണ് ഭൂമിദേവിയോട് തന്നെ അവിടെ ചോദിക്കുന്ന കാര്യം അത് തന്നെയാണ്. എന്തായാലും ഇപ്പോ ഭൂമിദേവിക്കും ദർശിക്കുവാൻ വേണ്ടി സാധ്യമല്ല അതാണ് ഒന്നും ഭൂമിദേവി പറയാത്തതെന്ന് അവര് സ്വയം അവിടുന്ന് ചിന്തിക്കുകയാണ്. അപ്പം ഭൂമിദേവി അനുഷ്ഠിച്ചതായിട്ടുള്ള ആ തപശ്ചര്യാദി പുണ്യങ്ങള് ഒക്കെ എന്താണെന്ന് നമുക്ക് ഇവിടെ ഇതിലൂടെ അവര് കാണിച്ചു തരും. കിം തേ കൃതം, എന്ത് തപസ്സാണ് നീ ഈ ഒരു സൗഭാഗ്യത്തിന് കാരണം എന്നൊക്കെ ആ ഭൂമിദേവിയോടായിട്ട് ചോദിക്കുന്നു. ഇനിയോ, അപ്യേണ പത്ന്യുപഗത പ്രിയേഹഗാത്രൈസ്തന്വൻ ദൃശാം സഖിസു നിർവൃതിമച്യുതോവ കാന്ത് അംഗസംഗ കുജ കുങ്കുമരഞ്ജിതായാ കുന്ദസ്രജ കുലപതേരിഹ വാതിഗന്ധ. ഇനി അവിടെ പറയുന്നു, അപ്യേണപത്ന്യുപഗത പ്രിയേഹഗാത്രൈഹി. അല്ലയോ സഖി, എന്താണ് ഏണപത്നി? ഏണെന്ന് പറഞ്ഞാൽ മാൻ, അല്ലെ? അവിടെ ഇഷ്ടതോഴിയായിട്ടുള്ള പേടമാനോട് ചോദിക്കുകയാണ്, അല്ല മാനെ, നിന്റെ കൂടെ എപ്പോഴും ആ മുല്ലപ്പൂക്കൾ പൂത്തുലയുന്നതായിട്ടുള്ള ശരത്കാലം ആയതുകൊണ്ട് ഭഗവാൻ ആ മുല്ലപ്പൂക്കൾ കൊണ്ടൊരു മാല കെട്ടി അത് ധരിച്ചിട്ടുണ്ട് എന്നും ഒക്കെ തങ്ങളെക്കാൾ
കൂടുതൽ പ്രിയപ്പെട്ടവളായിട്ടുള്ള മുല്ലയ്ക്കും ജാതിക്കും ഒക്കെ അറിയാവുന്ന പറഞ്ഞതുപോലെ തന്നെ അതേപോലെ തന്നെ ഒരു ബന്ധമാണ് ആ മാനിനോടും. അപ്പം ആ മാനിന്റെ നേരെ നോക്കിയിട്ട് അവര് ചോദിച്ചു, ഞങ്ങള് വെറുതെ ചോദിക്കുകയല്ല, ഇവിടെ വീശുന്നതായിട്ടുള്ള ആ ഇളം തെന്നലില് കുന്തസ്രജ കുലപതേരിഹവാതിഗന്ധ കാന്ത് അംഗസംഗ കുജകുങ്കുമ രഞ്ജിതായ, നിങ്ങൾക്കൊക്കെ കണ്ണിന് ഇമ്പമേകുന്നതായിട്ടുള്ള ശരീര സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള ആ അന്യേ പത്നുപഗത പ്രിയേഹ ഗാത്രൈ തന്വൻ ദൃശാംസി അച്യുതോവ. അപ്പം എല്ലാവരുടെയും അല്ലെ കണ്ണിനെ ആനന്ദിപ്പിക്കുന്നതായിട്ടുള്ള രൂപഭംഗിയോടുകൂടി കമനീയ രൂപത്തോടു കൂടിയിട്ടുള്ള ആ കൃഷ്ണൻ ഇതുവഴി എങ്ങാനും കടന്നുപോയോ മാൻകുട്ടികളെ? എങ്കിൽ ആ മാൻ അവര് ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയില്ല എന്തായാലും. അപ്പൊ ഞങ്ങള് വെറുതെ ചോദിക്കുകയല്ല. കുന്തസ്രജക്കുലപതേരിഹ വാതിഗന്ധ, ഇവിടെ വീശുന്നതായിട്ടുള്ള മന്ദമാരുതന്റെ ഇളം തന്നലോട് കൂടിയിട്ടുള്ള പരിമളം, അത് നല്ല ഗന്ധമുള്ള ആ സ്തനകുങ്കുമത്തിന്റെയും കുരുക്കുത്തി മുല്ലയുടെയും സുഗന്ധം കലർന്നതാണ് വായു ഇതിലെ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഗന്ധം. അപ്പൊ അങ്ങനെയുള്ള ആ ഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചോ? ആ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയുള്ളൂ? അത് ഭഗവാൻ എവിടെയാണോ അവിടെയുള്ളൂ ആ ഗന്ധം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം വായുവിനോടും ഭൂമിയോടും സ്പേസ് ആകാശത്തിനോടും എന്നുള്ള രീതിയിലൊക്കെ പല വിധത്തിൽ പലരോടായിക്കൊണ്ട് അവിടെ ചോദിക്കുന്നു അതിന്റെ ഗോപികമാരോട്. അപ്പം ഇവിടെ ശരിക്കും ഉറവിടം ഇപ്രകാരം തന്നെയാ വരുള്ളൂ. അതായത് ഈ ഗോപികമാരെക്കാൾ പ്രിയപ്പെട്ടതായിട്ടുള്ള ഈ മാൻപേടകളും മുല്ലപ്പൂക്കളും അതുപോലെ മരങ്ങളും അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അറിയാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്. എന്തായാലും ഇനി ഇവരെക്കായാലും ഒക്കെ പ്രിയമായിട്ടുള്ള ഒരു ഗോപിയെ കൂടി ഭഗവാൻ അവിടെ കൊണ്ടുപോയോ എന്നുള്ളത് ഒരു സംശയം. അതാണ് അവിടെ കുന്തസ്രജക്കുലപതേരിഹവാതിഗന്ധ, അവളുടെ സ്തനങ്ങളിൽ അണിഞ്ഞതായിട്ടുള്ള കുങ്കുമവുമായിട്ടുള്ള ആ സംഗമം ഹേതുവായിക്കൊണ്ട് മുല്ലപ്പൂമാലയ്ക്ക് ആ കുങ്കുമത്തിന്റെ സുഗന്ധം വന്ന് ഇവിടെ അനുഭവപ്പെടുന്നതായിട്ടുള്ള രണ്ട് രീതിയിലുള്ള സുഗന്ധങ്ങള് അല്ലെ, ആ രണ്ട് സുഗന്ധങ്ങളുടെയും മിശ്രിത രൂപമാണ് യഥാർത്ഥത്തിലെ മുല്ലപ്പൂ മാലയുടെ സുഗന്ധം, അതുപോലെ തന്നെ കുങ്കുമത്തിന്റെ സുഗന്ധം. ഇങ്ങനെ പല വിധത്തിലും അവിടെ അനുഭവപ്പെടുന്നു. പക്ഷെ ഇവിടെ കുങ്കുമം വേറൊരു പ്രകാരത്തിലല്ല. അവിടെ എന്താണ്, ഒരു കുറ്റാന്വേഷണ വിദഗ്ധൻ എങ്ങനെയാണോ ജാഗ്രതയോടുകൂടിയിട്ട് ആ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്നതുപോലെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആ പ്രിയപ്പെട്ടവൾ ഇനി വേറെ ആരെങ്കിലും ആണോ എന്നൊരു സംശയം അവർക്ക്. ഇങ്ങനെ അത് വ്യക്തമായിട്ട് സ്പഷ്ടമാകുന്നില്ല. അവിടെ ലഭിക്കുന്ന തെളിവുകൾ എത്ര തന്നെ ലഘുവായാലും അവയെ വിലയിരുത്തുക എന്നുള്ളത് ഇവരുടെ അപ്പോഴത്തെ ഉള്ളതായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് ശരിക്കും. അപ്പം ഇനി തങ്ങളെ വിട്ട് ഇനി വേറെ ആരെയെങ്കിലും ഭഗവാൻ രമിപ്പിക്കുകയുണ്ടായോ എന്നൊരു തോന്നലില് ഈ ഒരു ഗവേഷണത്തിന്റെ ഓരോ കണ്ണികളാക്കി യോജിപ്പിക്കുക. ഇങ്ങനെ ഓരോരുത്തരോടും ചോദിച്ചോരോന്നും കാണുമ്പോ ഇപ്പൊ കുങ്കുമത്തിന്റെയും ആ മുല്ലയുടെയും മുല്ലപ്പൂവ് ചെടിയിൽ വളർന്നുകൊണ്ട് വിടർന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഗന്ധം അല്ല അത് ഒരു ഗോപിയുടെ കേശഭാരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു ഗന്ധത്തിന്റെ വ്യത്യാസവും അതുപോലെ തന്നെ കുങ്കുമത്തിന്റെ ഗന്ധത്തിന്റെ വ്യത്യാസവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്കൊരു സംശയം, ഇനി വേറെ ആരെങ്കിലും ആണോ ഭഗവാൻ രമിപ്പിച്ചത് എന്നുള്ള, അങ്ങനെ തങ്ങളെ ഇവിടുന്ന് ത്യജിച്ചുകൊണ്ട് ഉപേക്ഷിക്കുകയാണോ ചെയ്തത്? ഇങ്ങനെ ശാസ്ത്രീയപരമായിട്ടുള്ള സമീപനം പോലും ആ ഗോപികമാരവിടെ ചെയ്തു എന്ന് പറയാണ് അവിടെ.
ബാഹും പ്രിയാം സമുപധായ ഗൃഹീത പത്മോ രാമാനുജത്തുളസികാളികലൈർമദാന്ധൈ അന്വീയമാന ഇഹവസ്തരവ പ്രണാമം കിം വാഭിനന്ദതി ചരൻ പ്രണയാവലോകൈ. അവിടെ പറയുന്നു, ഈ ഫലങ്ങള് ധാരാളമാകുമ്പോൾ അവർക്ക് തീരെ വയ്യാണ്ടാവും അല്ലെ മരങ്ങൾക്ക്. അപ്പൊ എന്ത് ചെയ്യും? അവര് കൊമ്പിങ്ങനെ താഴോട്ടായിട്ട് നിൽക്കും അല്ലെ. ആ ഫലങ്ങളുടെ ആ ഭാരം കൊണ്ട് കുനിഞ്ഞ് കൊമ്പുകളോട് കൂടിയതായിട്ടുള്ള വൃക്ഷങ്ങളോട് ചോദിക്കുകയാണ്, ഏ ബാഹും പ്രിയാംസ ഉപധായ ഗൃഹീത പത്മോ രാമാനുജ തുളസി. തന്റെ ഒരു കൈ പ്രിയതമയുടെ തോളിൽ, മറ്റേ കയ്യില് ദാ ഒരു ചെന്താമരപ്പൂവ്, ഇങ്ങനെ കഴുത്തില് വണ്ടുകൾ നിരനിരയായി കുടികൊള്ളുന്നതായിട്ടുള്ള തുളസിമാല, ഇങ്ങനെയുള്ള വിധത്തിലുള്ള ഞങ്ങളുടെ രാമന്റെ അനിയനെ നിങ്ങൾ കണ്ടുവോ? കണ്ണനെ ഇത്രയും നേരം അവർ ദർശിച്ചത് അങ്ങനെയാണ്. ഒരു ഗോപിയുടെ കയ്യിൽ ഇങ്ങനെ കൈവയ്ക്കും, എന്നിട്ട് ഒരു കയ്യില് താമരപ്പൂ വയ്ക്കും, ആ തുളസിമാല ഇങ്ങനെ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആ കണ്ണനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ? ആ കൃഷ്ണൻ നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ വന്ദനം സ്വീകരിച്ചുവോ? അല്ലെ, ഇപ്പം വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുമ്പോ അവരൊക്കെ ദാ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണോ? ഇനി ഇപ്പൊ ദാ കണ്ണൻ ഇവിടെ വന്നപ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ നമസ്കരിച്ചത് എന്നുള്ള രീതിയിൽ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ കണ്ണൻ എങ്ങോട്ടാ പോയെന്ന് അറിയുവോ? നിങ്ങൾ നമസ്കരിച്ചപ്പോ നിങ്ങളെ ശ്രദ്ധിച്ചില്ലേ? കണ്ണൻ ശ്രദ്ധിച്ചില്ലേ എന്നുള്ള രീതിയിൽ നമസ്കാരത്തെ അനുമോദിച്ചുകൊണ്ടും ഒക്കെ ദാ കണ്ണൻ ഇതുവഴി നടന്നു പോയിരുന്നോ എന്ന് അവർ ചോദിക്കുന്നു. അപ്പം ആദ്യം പൂക്കാതെ കായ്ക്കുന്നതായിട്ടുള്ള അശ്വത്ഥം തുടങ്ങിയതായിട്ടുള്ള ആ മരങ്ങളോട് ആദ്യം ചോദിച്ചു. അശ്വത്ഥം അല്ലെ, നാൽപ്പാമരങ്ങള്, അതിന് അത്ര വലിയായിട്ട് പൂക്കാത്ത ഇതാണ്, ഫലങ്ങള് ചെറിയ ഫലങ്ങളായിട്ടുള്ളതാണ്. അപ്പം അവയുടെ ഫലങ്ങള് തീരെ ചെറുതായതുകൊണ്ടാണ് അതുകൊണ്ട് എന്താണ് പറ്റുന്നത്? അത് തല ഉയർത്തി എങ്ങനെ നിൽക്കുകയുള്ളൂ അല്ലേ. അപ്പം ഫലഭാരം കൊണ്ട് അവർക്കത് കുനിയേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല, പൂത്ത് കായ്ച്ചു നിൽക്കുന്നതായിട്ടുള്ള മാവ് മുതലായവയോടാണ് ഇവർ ചോദിക്കുന്നത്. അവ പഴങ്ങളുടെ ഭാരം കൊണ്ട് കുനിഞ്ഞ് നിലം തൊടുന്ന രീതിയിലേക്ക് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോൾ അത് ആ ഭഗവാന്റെ ദൃഷ്ടിയിൽ തന്നെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു നമസ്കാരം ചെയ്യുകയാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ അവരുടെ നിൽപ്പ് കണ്ടുകൊണ്ട് അങ്ങനെ അതിനെ തൃക്കൺ പാർത്ത് അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് കണ്ണൻ ഇതിലെ വന്നിരുന്നുവോ? അല്ലെ, ആ തുളസിമാലയുടെ ലക്ഷണം അവിടെ ഇപ്പോഴും കാണപ്പെടുന്നതായിട്ടുള്ള വണ്ടുകള്, അതും ഈ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും അല്ലെ കാട്ടില് ഇങ്ങനെ ഈ ഒരു അസമയത്ത് പ്രിയയോടുകൂടി പോകുന്ന സമയത്ത് അവളുടെ തോളത്ത് കൈവച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു രീതിയിലും സൈക്കോളജി, ഒരു മനഃശാസ്ത്രത്തോടു കൂടി അവര് ആ മരങ്ങളോടായിട്ട് നമസ്കരിക്കുന്നതായിട്ടുള്ള മരങ്ങളോട് ചോദിച്ചു, എവിടെയാണ് കണ്ണൻ പോയത്? നിങ്ങൾ ആരെയാണ് ഇപ്പൊ നമസ്കരിച്ചത് എന്നുള്ള രീതിയിലൊക്കെ അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.